വൈഷ്ണ ഒടുവിൽ വിജയിച്ചിരിക്കുന്നു. CPM 8 നിലയിൽ പൊട്ടിയിരിക്കുന്നു. ഇതിനപ്പുറം വിജയം നമ്മൾ ആദ്യമേ സുനിശ്ചിതമല്ലായിരുന്നോ? വിജയം നമ്മൾ പ്രതീക്ഷിച്ചു തന്നെയാണ്. എല്ലാ രീതിയിലും വിജയം നമ്മൾ ആദ്യം തൊട്ടേ നമ്മൾ ഉറപ്പിച്ച് തന്നെയാണ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ഒരു ജനാധിപത്യ വോട്ടറെ ആ വോട്ടിൽ നിന്ന് നിഷേധിക്കുന്നതിന് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയൊരു തെറ്റാണ്. ജനാധിപത്യം വിജയിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് നമ്മളെ ഈ വിജയം എന്ന് നമ്മൾ ആഹ്ലാദത്തോടെ. നമസ്കാരം. മുട്ടടയിലെ CPM-ന്റെ കോട്ട പൊളിച്ചടുക്കിയിരിക്കുകയാണ് വൈഷ്ണ സുരേഷ്. 1600-ലധികം വോട്ടുകൾ നേടിക്കൊണ്ടുള്ള ഒരു ഭൂരിപക്ഷമാണ് വൈഷ്ണ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും അതിഗംഭീരമായ വിജയം. CPM ആദ്യം ഘട്ടം മുതൽ തന്നെ വൈഷ്ണയെ ആക്രമിച്ചിരുന്നു. വൈഷ്ണയുടെ പേരുൾപ്പെടെയുള്ള, അതായത് വോട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം പരാതി നൽകിയിരുന്നു. എന്തായാലും വൈഷ്ണ ഒടുവിൽ വിജയിച്ചിരിക്കുന്നു. CPM 8 നിലയിൽ പൊട്ടിയിരിക്കുന്നു. നിലവിലിപ്പോൾ വൈഷ്ണയുടെ വിജയത്തിൽ സന്തോഷവുമായി കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആഹ്ലാദ പ്രകടനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈഷ്ണ ഒടുവിൽ വിജയിച്ചിരിക്കുന്നു. 1600-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. എന്താണ് പറയാനുള്ളത്? നമ്മുടെ ആദ്യഘട്ടം തന്നെ നമ്മുടെ ഒരു വിവാദമായി വന്നതാണ്. വൈഷ്ണ സുരേഷിൻ്റെ വോട്ട് വെട്ടിയതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിടയിൽ ഉണ്ടാക്കിയ ഒരു തരംഗം, അല്ലെ ആ ഒരു നമ്മുടെ ഒരു ജനാധിപത്യ വോട്ടറെ ആ വോട്ടിൽ നിന്ന് നിഷേധിക്കുന്നതിന് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയൊരു തെറ്റാണ്. അപ്പോൾ അങ്ങനെ വന്നത് തന്നെ നമ്മുടെ വൈഷ്ണ ജയിച്ചിരിക്കുന്നു. പിന്നെ 25 കൊല്ലത്തിന് ശേഷം മുട്ടട വാർഡ് തിരിച്ചു പിടിച്ചതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്തമ ഉദാഹരണമാണ്. ജനാധിപത്യം വിജയിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് നമ്മളെ ഈ വിജയം എന്ന് നമ്മൾ ആഹ്ലാദത്തോടെ. സമയം വൈഷ്ണയുടെ അച്ഛനും അമ്മയ്ക്കും വോട്ടില്ലായിരുന്നു. വൈഷ്ണ ഇക്കഴിഞ്ഞ ദിവസം നമ്മളോട് തന്നെ പറഞ്ഞതാണ്. അതെ. എന്തായാലും നമ്മുടെ വൈഷ്ണയുടെ വോട്ടെങ്കിലും തിരിച്ച് കിട്ടിയോണ്ടാണല്ലോ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് കിട്ടിയതും നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞതും. അതിൽ തന്നെ ഏറ്റവും അധികം പ്രവർത്തകരെല്ലാം ആഹ്ലാദത്തിലാണ്. വിജയം പ്രതീക്ഷിച്ചിരുന്നോ? ഇതിനപ്പുറം വിജയം നമ്മൾ ആദ്യമേ സുനിശ്ചിതമല്ലായിരുന്നോ? വിജയം നമ്മൾ പ്രതീക്ഷിച്ചു തന്നെയാണ്. എല്ലാ രീതിയിലും വിജയം നമ്മൾ ആദ്യം തൊട്ടേ നമ്മൾ ഉറപ്പിച്ച് തന്നെയാണ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ഒരു വിവാദം തുണയായോ? സത്യത്തിൽ വിവാദം എന്നുള്ളതല്ല, നമ്മുടെ ഇത് ജനങ്ങൾ ഏറ്റെടുത്ത് അവർ നെഞ്ചോട് ഏറ്റെടുത്ത് നമ്മളെ വിജയിപ്പിച്ചതാണ്. അത് ജനങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നന്ദിയും കടപ്പാടും എല്ലാം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും അവരോടൊപ്പം തന്നെയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ജനാധിപത്യം വിജയിച്ചതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം മുട്ടട വാർഡാണ്. നമ്മുടെ സ്ഥാനാർത്ഥിത്വം ആദ്യം മുതൽ തന്നെ ആ നിർണയിച്ച വോട്ട് K. മുരളീധരൻ്റെ ആ ഒരു നിർദ്ദേശപ്രകാരം നമുക്ക് മുട്ടട സ്ഥാനാർത്ഥി കിട്ടി. അതിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവ് കിട്ടി. ഏറ്റവും വലിയ വിജയം തന്നെയാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ 25 വർഷം CPM ഭരിച്ച ഒരു CPM-ന്റെ കോട്ടയാണ് മുട്ടട. ആ മുട്ടടയിലെ കോട്ടയാണ് ഇപ്പോൾ വൈഷ്ണ സുരേഷ് പൊളിച്ചടുക്കിയിരിക്കുന്നത്. 1600-ലധികം വോട്ടുകൾ നേടിയിരിക്കുന്നു. ഏറെ പ്രതിസന്ധികൾക്ക് ശേഷമാണ് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ സാധിച്ചത്. തെരഞ്ഞെടുപ്പ് പത്രികയിൽ നിന്നും ഉൾപ്പെടെ വൈഷ്ണയുടെ പേര് വെട്ടിയിരുന്നു. അതിനുശേഷമുള്ള നിയമ പോരാട്ടത്തിന് ശേഷമാണ് വൈഷ്ണ മത്സര രംഗത്ത് സജീവമാകുന്നതും പ്രചരണ രംഗത്ത് സജീവമാകുന്നതും. എന്തായാലും UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയായിരുന്നു വൈഷ്ണ സുരേഷ് എന്ന് പറയുന്നത്. എന്തായാലും വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം CPM-നെ ആദ്യഘട്ടത്തിൽ തന്നെ വളരെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു. എന്നാൽ അതിനെല്ലാം തന്നെ ചുട്ട മറുപടിയാണ് ഇന്നത്തെ ഈ ദിവസം വൈഷ്ണ സുരേഷും കോൺഗ്രസ് നേതൃത്വവും പൊതുജനങ്ങളും മുട്ടടയിലെ ജനങ്ങളും നൽകിയിരിക്കുന്നത്. 1600-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വൈഷ്ണ സുരേഷ് വൻ വിജയം നേടിയിരിക്കുന്നു. എന്തായാലും മുട്ടടയിലെ ജനങ്ങൾ കൊടുത്ത ഒരു മറുപടിയാണ്, CPM-ന് കൊടുത്ത മറുപടിയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.